നന്ദിയുണ്ട് ശ്രീ സതീശ, നന്ദിയുണ്ട്. എന്തിനാണെന്നല്ലേ പറയാം, വഴിയേ പറയാം. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. കേരള നിയമസഭയിലേക്ക് നേർനടയിലൂടെ, അതായത് മെയിൻ എൻട്രൻസിലൂടെ കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും എത്ര പടിക്കെട്ട് കയറി ഇറങ്ങണം അറിയാമോ? 30. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അവിടെ നിന്ന് മെയിൻ ഗേറ്റ് വരെ എത്ര ദൂരമുണ്ടെന്ന് അറിയാമോ? 30 മീറ്റർ. എന്നിട്ട് 18 ശേഷം കേരളത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ചിലരെയൊക്കെ ജനം വീട്ടിലിരുത്തി, ചിലർ ജനം സ്റ്റേറ്റ് കാറിൽ കയറ്റിയിരുത്തി. അതിനുശേഷം ഈ 30 പടിക്കെട്ടുകൾ അനായാസം ഇറങ്ങി 30 മീറ്റർ ദൂരം കൂളായി നടന്ന് മെയിൻ ഗേറ്റിലേക്ക് വരുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയാണ് നിങ്ങളിതാ ഇവിടെ കാണുന്നത്. പിന്നല്ലാതെ ഈ പിണറായി വിജയനാണ് ഒറ്റ നിലയുള്ള വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ 30 ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് വെച്ചത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്നാൽ ഈ പിണറായി വിജയനാണ് കേരള യാത്രക്കിടെ, നവകേരള യാത്രക്കിടെ ബസിന്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയില്ല എന്ന് വാശി പിടിച്ച് 10 ലക്ഷം രൂപ മുടക്കിയ ബസ്സിന് ലിഫ്റ്റ് വെച്ചത്. എടാ തിരുമാലി, എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലായി ചേർത്ത്. ഉപകാരം കഴിഞ്ഞപ്പോൾ, ഉദ്ദേശം കഴിഞ്ഞപ്പോൾ ഇളക്കി മാറ്റുകയും ചെയ്തു. ഈ പിണറായി വിജയനാണ് 10 മീറ്റർ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ബസ് അതിന് വളഞ്ഞു കയറി ചുറ്റി വേദിക്ക് മുന്നിൽ തന്നെ കൊണ്ടിറക്കാനായി 23 സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചത്. നീ ആരുടേതൊക്കെ ചോദിക്കാൻ? കാര്യസ്ഥന്റെ പണി ചെയ്താൽ മതി. ഇവിടെ കിടന്ന് CV കളിക്കാൻ നോക്കിയാലുണ്ടല്ലോ, നെഞ്ചത്തപ്പ കത്തിയേറി ചോദിച്ചാൽ മതി. മനസ്സിലാടാ? നാട്ടുകാരുടെ പണം കാണുമ്പോൾ എന്തും ചെയ്യാൻ തോന്നുന്ന, നാട്ടുകാരുടെ പണം കാണുമ്പോൾ അർമാദിക്കാൻ തോന്നുന്ന ഒരുതരം വിങ്ങലുണ്ട്, ഒരു പാർട്ടിക്കുണ്ടാകുന്ന ഒരു മതിഭ്രമമുണ്ട്. അതായിരുന്നു പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയും അനുയായികളും. അച്ഛാ, സർവ്വ പണി അറിയുന്ന ഒരുത്തനെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്, നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഈശ്വര, ആ നിധി എന്റെ വിധിയായ മുതലാളി. അപ്പൊ ഞാൻ നിനക്കിന്തു മുതൽ പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്കുക. നീ രാജിവെക്കണ്ട, അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു മുതലാളി, ഇറങ്ങി പോടാ. ഇതാ കാര്യം മാറി, കഥ മാറി, സുരക്ഷാ കമാൻഡോസ് മാറി, രക്ഷാപ്രവർത്തകർ മാറി, അപ്പോൾ ആളും മാറി. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, ഒന്നും വേണ്ട. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങിപ്പോടാ പുല്ലെന്ന് പറയും പോലെ നല്ല കാര്യം തിരിച്ചു വരുമോ? 247 കോടി രൂപയാണ് കഴിഞ്ഞ സർക്കാർ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ ഖജനാവിൽ നിന്നെടുത്ത് 3ാം തവണയും ഒന്ന് ജയിച്ചു കിട്ടാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തലേ മാസം കേരളത്തിലുടനീളം വികസന കേരളം എന്ന ഫ്ലക്സുകൾ, പത്രപരസ്യങ്ങളൊക്കെ അടിച്ചുവിട്ടത്. ഒന്ന് നിർത്താം സാർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദി റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ.